ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെയിം റിവീലിംഗ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. മോളുടെ നെയിം റിവീലിംഗ് ബോർഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ നിങ്ങളെ കൂടി അത് കാണിക്കാമല്ലോ വിചാരിച്ചു. ഞാനൊരു 24x24 ഇഞ്ചിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. സ്റ്റിക്കർ ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ കട്ട് ചെയ്തെടുത്തു ലവ് ഷേപ്പിൽ. ഇത് തെർമാക്കോളും കൂടെ ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമെന്ന്. ഇത് ഏടത്തമ്മയും കുഞ്ഞാവയാണ്. ഏട്ടനാണ് തെർമാക്കോൾ കട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഫോട്ടോ പ്രിൻറ്റിൻ്റെ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ 300 രൂപയായിരുന്നു. പിന്നെ തെർമാക്കോളിൻ്റെ റേറ്റ് 45 രൂപയും. പിന്നെ നമ്മൾ ഫോട്ടോ ഡയറക്റ്റ് അതിലേക്ക് ഒട്ടിച്ചു. തെർമാക്കോൾ ബോൾസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായത് വളക്കാപ്പിന് വാങ്ങിച്ചിട്ടുണ്ടായ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടായിന്. അത് വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇത് യൂസാക്കാൻ പറ്റുമോ നോക്കാമെന്ന്. അടുത്ത പണി ലവ് ഷേപ്പിൻ്റെ 2 സൈഡും കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കി മുട്ട് സൂചി കൊണ്ട് തെർമാക്കോളിൽ ആ ഷീറ്റ് അടക്കം പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ചാൽ ഡയറക്റ്റ് വലിക്കുമ്പോൾ വേഗം വരുമെന്ന് തോന്നി. ആദ്യം തെർമാക്കോൾ ബോൾസ് വാങ്ങിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു പാക്കറ്റിന് 10 രൂപ വെച്ചാണ്. അതിൽ കുറച്ച് ബോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്ത് തീർന്നിട്ടാകുമ്പം ഒരു 10 50 50 മേലെയോ പാക്കറ്റ് വാങ്ങേണ്ടി വരും. പിന്നെ ബൾക്കായിട്ടെല്ലാം കിട്ടുന്നുണ്ട്. അത്ര റിസ്ക് എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നു. പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആഫ്റ്റർ ഈ പേര് റിവീൽ ചെയ്തതിന് ശേഷം അത് അവിടെ നിലത്തെല്ലാം വീണ് കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വായിലിട്ട് പിന്നെ അതൊക്കെ അടിച്ച് വാരി ഒരു മൂലക്കിടേ ചെയ്യുള്ളൂ. അതിനോട് ഒരു ഉപകാരമില്ല. അതിനേക്കാളും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളതുകൊണ്ട് ഇതെടുത്തു. ഇത് ഫ്ലവർ നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പം വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഫൈനലി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മുട്ടുസൂചി വെച്ചിട്ട് സൈഡ് പിൻ ചെയ്തെടുക്കുവാണ്. ഇത് എത്രമാത്രം അടിപൊളിയാകും എന്ന് എനിക്കറിയില്ല ഗൈസ്. ഫ്ലോപ്പ് ആയാലും അടിപൊളി ആയാലും ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റായ ഗ്ലാസ് പേപ്പർ കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മളെ ഫുഡൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു ക്ലിങ് റാപ്പ് എന്നോ മറ്റോ പറയൽ. അപ്പോൾ ഇത് വർക്കൗട്ട് ആവില്ല ഗൈസ്. ഇത് ആരും വാങ്ങിക്കാൻ പാടില്ല. ലാസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേബിൾ ഷീറ്റ് വാങ്ങിക്കേണ്ടി വന്നു. അതിന് 1 മീറ്ററിന് 90 രൂപ വെച്ചാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇത്രയും ആക്കിയെടുത്തു. ഇനി ഇതാ നമ്മളെ നെയിം റിവീലിംഗ് ബോർഡ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പോവുകയാണ് ഗൈസ്. ഇനി ഈ ഗ്ലാസ് പേപ്പർ കൂടി ചുറ്റിലൊന്ന് സെലോ ടൈപ്പ് ചെയ്യണം. അങ്ങനെ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഇടത്തമ്മ എന്നെ സെലോ ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താവുമെന്നൊന്നും അറിയില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം പാളിയേക്കാം, ചിലപ്പോൾ അടിപൊളിയായേക്കാം. ഇത് ഞാൻ കറക്റ്റിന് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിത് വർക്കൗട്ട് ആയനോ ഇല്ലയോ എന്ന് കണ്ടു നോക്കാം. ബാ.